9 ദിവസം 9 നൊവേന മംഗലാപുരത്തെ ബിക്കന്നക്കട്ടയിലുള്ള ഉണ്ണീശോ പള്ളിയിൽ എല്ലാ വർഷവും ജനുവരി 5-ാം തീയതി നൊവേന തുടങ്ങും. ജനുവരി 5 തൊട്ട് ജനുവരി 13-ാം തീയതി വരെ 9 ദിവസം നൊവേനയുണ്ട്. ഇവിടെ കൊങ്കണി, കന്നഡ, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ കുർബാനയും അത് കഴിഞ്ഞിട്ട് ഉണ്ണീശോയുടെ നൊവേനയും ഉണ്ട്. ഈ 9 ദിവസവും വൈകുന്നേരം 4 മണിക്കാണ് മലയാള കുർബാനയും ഉണ്ണീശോയുടെ നൊവേനയും. അതല്ലാതെ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് കുർബാനയും മലയാള കുർബാനയും നൊവേനയും ഉണ്ട് ഇവിടെ. ഇന്ന് ജനുവരി 15 ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു മലയാളത്തിൽ പെരുന്നാൾ കുർബാന. അങ്ങനെ ഞങ്ങളെല്ലാവരും കുർബാനയ്ക്ക് വന്നു. ഞാനും എൻ്റെ കസിൻസും എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും 1 മണിയുടെ കുർബാന കൂടി ഉണ്ണീശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിനെന്തോ നല്ലൊരു സമാധാനം. അത് കഴിയുമ്പം ഇവിടെ ഫുഡുണ്ട്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇവിടെ ഉണ്ണീശോ പള്ളിയിൽ എല്ലാ വർഷവും നൊവേനയ്ക്ക് ഫുഡുണ്ട്. സാധാരണ എല്ലാവരും ഇവിടെ നേർച്ച കൊടുക്കാറ് അരിയും സാധനങ്ങൾ, പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് ഇവിടെ നേർച്ച വന്ന് കൊടുക്കാറുള്ളത്. അങ്ങനെ കിട്ടുന്ന അരിയും സാധനങ്ങളെല്ലാം കുക്ക് ചെയ്തിട്ട് രാവിലെ 10:30 കുർബാനയും നൊവേനയും കഴിഞ്ഞ് കഴിയുമ്പം ഒരു 12 മണിയാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ തുടങ്ങും. ഒരു 3-4 മണി വരെയും ഫുഡ് കൊടുക്കും. അങ്ങനെ ഒരു കുറഞ്ഞതൊരു 10,000 പേരെങ്കിലും ഈ നൊവേന സമയത്ത് ഫുഡ് കഴിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇന്ന് 14-ഉം 15-ഉം ഇന്ന് ഈ പെരുന്നാൾ ദിവസവും ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 15-ാം തീയതി മലയാള കുർബാനയും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ഉണ്ണീശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ താഴെ ഒരു ഷെഡ് പോലെ ഉണ്ട്, അവിടെയാണ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല ഫുഡാണ്, നല്ല വെജ് ഫുഡ്. ഒരു 3-4 കൂട്ടം കറികളും ഒക്കെ ആയിട്ട്. നമ്മുടെ ക്രിസ്ത്യൻസ് മാത്രമല്ല എല്ലാ ജാതിക്കാരും വന്ന് ഇവിടെ ഉണ്ണീശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് നേർച്ച ഫുഡ് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകാറുള്ളൂ. ഈ ഉണ്ണീശോ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പം നമുക്ക് എന്തോ ഒരു നല്ലൊരു ദൈവാനുഗ്രഹവും നല്ല മനസ്സിനൊരു സമാധാനവും ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് താഴോട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല ഫുഡാണ്. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഈ 9 ദിവസവും ഇവിടെ ഫുഡുണ്ട്. ഇതുപോലെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് നേർച്ച ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദ്, അതൊരു പ്രത്യേക സ്വാദല്ലേ. നമ്മൾ എത്ര നന്നായിട്ട് വീട്ടിൽ പാചകം ചെയ്താലും നമ്മൾ ഈ നേർച്ച ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സ്വാദ് നമുക്ക് എവിടെയും കിട്ടത്തില്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്നിച്ചിന്നിങ്ങനെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഇതാണ്. ഇതുപോലെ ഫുഡ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും പായസം കൊടുക്കും. നേർച്ചയായിട്ട് പായസവും കിട്ടും. അങ്ങനെ പായസവും ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പള്ളിക്കകത്ത് വന്ന് ഉണ്ണീശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് പുറത്ത് വലിയ പന്തലിട്ടിട്ടായിരുന്നു കേട്ടോ കുർബാന ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ.